നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സാർവദേശീയ തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 5.5 പതിറ്റാണ്ട് കാലത്തിന് മുൻപുള്ള പഠനകാലത്തെ ഓർമ്മകൾ അഴവിളക്കി അന്നത്തെ സഹപാഠികൾ ഒത്തുചേർന്നത് വേറിട്ട സംഗമമായി മാറി. 54 വർഷം മുമ്പ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികളുടെ നേതൃത്വത്തിലാണ് പിറവി എന്ന പേരിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ സ്വർണ്ണാഭരണ വിപണിയിലെ പുത്തൻ ഡിസൈനായ തൻവിക കളക്ഷന്റെ ലോഞ്ചിംഗ് സെറമണി നടത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ 6ഓളം നവവധുക്കൾ ചേർന്നാണ് തൻവിക ലോഞ്ചിംഗ് നടത്തിയത്. ജില്ലയിൽ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള പുലിമുട്ട് നിർമ്മാണത്തിന്റെ 1ാം ഘട്ട പൂർത്തീകരണത്തിലേക്ക്. ജില്ലയുടെ തെക്കൻ തീരപ്രദേശങ്ങളിൽ 11.26 കിലോമീറ്റർ നീളത്തിലാണ് പുലിമുട്ടുകൾ നിർമ്മിക്കുന്നത്. വാർത്തകൾ വിശദമായി. സാർവദേശീയ തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് റാലി പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CITU, AITUC, HMS, TUCI, TUCC, SCWA, KTUCM, NLC അടക്കമുള്ള സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. നേരത്തെ ജില്ലാ കോടതി പാലത്തിന് സമീപം ചെത്ത് തൊഴിലാളി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മെയ് ദിന റാലി നഗരം ചുറ്റി ഇരുമ്പ് പാലത്തിന് സമീപം TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപം അവസാനിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. 4 മാസം പോലും ആകാത്ത കൈക്കുഞ്ഞുമായിട്ടൊരു അമ്മ ഇന്ന് അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന ദാരുണമായിട്ടൊരു ചിത്രം ഇന്ന് പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, എനിക്ക് വിസയുടെ കാലാവധി തീർന്നിട്ടില്ല, ഭർത്താവിന് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പ്രസവം കഴിഞ്ഞ് റെസ്റ്റിലാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപദ്രവം വേണ്ട, അതൊന്ന് കഴിയട്ടെ എന്നുള്ളതിൽ പറഞ്ഞിട്ട് പോലും സമ്മതിക്കാതെ സമയം തീർന്നു, നിങ്ങൾക്കുള്ള അവസരം തീർന്നു എന്ന് പറഞ്ഞാണ് പട്ടാളക്കാർ വീട്ടിൽ നിന്ന് ഇറക്കി നേരെ അതിർത്തി എടുത്ത് പൊരുവയിൽ നടന്നു പോകുന്നു. അതിർത്തി കടന്നു. ഏതാണ്ട് അതേപോലെയാണ് ഇന്ത്യക്കാരെ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ വിമാനങ്ങളിൽ ബോംബെയിലും അതുപോലെ തന്നെ ഡൽഹിയിലും 1ഓ 2ഓ ഘട്ടങ്ങളിലായി നേരെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തു. അതരുത് എന്ന് പറയാൻ പ്രിയപ്പെട്ട ചങ്ങാതിയോടൊരു വാക്കുപോലും പറയാൻ നിർഭാഗ്യവശാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മനസ്സ് വന്നില്ല. സംഘാടക സമിതി ചെയർമാൻ R അനിൽകുമാർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ PP പവനൻ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. CITU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് H സലാം MLA, DP മധു, VS മണി, AM ഷിറാസ്, VB അശോകൻ, മോഹൻ C അറവുന്തറ, സലീം ബാബു, KN ജയറാം, NK വിദ്യാധരൻ, PC വിനോദിനി എന്നിവർ സംസാരിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, PU അബ്ദുൽ കലാം, B നസീർ, KL ബെന്നി, റോബർട്ട് യേശുദാസ്, A ആബിദ്, നിസാർ കോയാപ്പറമ്പിൽ, KJ പ്രവീൺ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. 5.5 പതിറ്റാണ്ട് കാലത്തിന് മുൻപുള്ള പഠനകാലത്തെ ഓർമ്മകൾ അയവിറക്കി അന്നത്തെ സഹപാഠികൾ ഒത്തുചേർന്നത് വേറിട്ട സംഗമമായി മാറി. 54 വർഷം മുൻപ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികളുടെ നേതൃത്വത്തിലാണ് പിറവി എന്ന പേരിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. 5.5 പതിറ്റാണ്ട് കാലത്തിന് മുൻപുള്ള പഠനകാലത്തെ ഓർമ്മകൾ അഴവിറക്കി അന്നത്തെ സഹപാഠികൾ ഒത്തുചേർന്നത് വേറിട്ട സംഗമമായി മാറി. 54 വർഷം മുൻപ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികളുടെ നേതൃത്വത്തിലാണ് പിറവി എന്ന പേരിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. ആലപ്പുഴ മുഹമ്മദൻ സ്കൂളിലെ 1972 ബാച്ചിലെ 10ാം ക്ലാസ്സുകാരാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ റൈബാൻ ഹാളിൽ കുടുംബ സംഗമത്തിനായി ഒത്തുചേർന്നത്. കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു.
ഇതിലൊന്ന് ഇരുത്താൻ വേണ്ടി പഴയ സാറുമില്ല, ആരും ചിലവരൊക്കെ പതുങ്ങി പോയി പഴയ നേച്ചർ തന്നെയാണ്. ചിലവരിങ്ങനെ ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ തലങ്ങളിലൊക്കെ അങ്ങനെ പല ആൾക്കാരുണ്ട്, പല നേച്ചറാണ്. പക്ഷെ പലർക്കും പ്രായം തോന്നില്ല. എല്ലാവരും തന്നെ ഏർച്ചിരിക്കുകയാണ്. ഞാൻ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ചലച്ചിത്ര താരം ജയൻ ചേർത്തല മുഖ്യാതിഥിയായിരുന്നു. പ്രോഗ്രാം കൺവീനർ സലീം ആലപ്പുഴ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജാൻസി ബിയാട്രീസ്, എ കബീർ എന്നിവർ സംസാരിച്ചു. അബ്ദുൽ സലാം ലബ്ബ ചടങ്ങിന് സ്വാഗതവും ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ഓർമ്മകളുടെ തീരത്തെന്ന പേരിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. തുടർന്ന് തങ്ങൾ 54 വർഷം മുൻപ് പഠിച്ച സ്കൂൾ സന്ദർശിക്കുകയും പഴയകാല ഓർമ്മകൾ അയവിറക്കുന്നതിനൊപ്പം പുതിയ മാറ്റങ്ങൾ കണ്ട് ആസ്വദിക്കുവാനും ഒരുമിച്ച് നിന്ന് ചിത്രങ്ങൾ എടുക്കാനും കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളും സമയം കണ്ടെത്തിയിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ സ്വർണ്ണാഭരണ വിപണിയിലെ പുത്തൻ ഡിസൈനായ തൻവിക കളക്ഷന്റെ ലോഞ്ചിംഗ് സെറമണി സംഘടിപ്പിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ 6ഓളം നവവധുക്കൾ ചേർന്നാണ് തൻവിക ലോഞ്ചിംഗ് നടത്തിയത്. സ്വർണ്ണാഭരണ വിപണിയിലെ പുത്തൻ ഡിസൈനായ തൻവിക കളക്ഷന്റെ ലോഞ്ചിംഗ് നടന്നു. അക്ഷയ തൃതീയ ദിനത്തിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ തങ്ങളുടെ എക്സ്ക്ലൂസീവ് ബ്രാൻഡായ ഡിവൈൻ കളക്ഷൻസിലെ തന്നെ അത്യാധുനിക ഡിസൈനോടുകൂടിയ പുതിയ ആഭരണത്തിന്റെ ലോഞ്ചിംഗ് 6ഓളം നവവധുക്കൾ ചേർന്നാണ് നടത്തിയത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂം ഹെഡ് വി അബ്ദുൽ സലീം ചടങ്ങിൽ അധ്യക്ഷനായി. ഷോറൂം അസിസ്റ്റന്റ് ഹെഡ് മുഹമ്മദ് അഫ്സൽ, ഷോറൂം മാനേജർ KG അനൂജ്, മാർക്കറ്റിംഗ് മാനേജർ VK റിയാസ്, PRO ഗണേഷ് കുമാർ R പിള്ളൈ എന്നിവർ സന്നിഹിതരായിരുന്നു. ആരാധനയും പവിത്രതയും സമന്വയിക്കുന്ന ദിവ്യമനോഹരങ്ങളായ ആഭരണങ്ങളാണ് തൻവിക കളക്ഷൻസിന്റെ പ്രത്യേകത. ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് ഷോറൂമിൽ ആകർഷകമായ നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സ്വർണ്ണാഭരണ പണിക്കൂലിയിലും ഡയമണ്ട് വാല്യൂവിലും 25% വരെ കിഴിവും, ജെയിം സ്റ്റോൺ, അൺകട്ട് ഡയമണ്ട് തുടങ്ങിയവയ്ക്ക് പണിക്കൂലിയിൽ ഫ്ലാറ്റ് 25% ഡിസ്കൗണ്ടും ഷോറൂമിൽ നിന്നും ലഭിക്കും. അഡ്വാൻസ് ബുക്കിംഗിലൂടെ വിലയുടെ 3% മുതൽ നൽകി ബുക്ക് ചെയ്യുന്നതിലൂടെ ബുക്ക് ചെയ്യുന്ന ദിവസത്തിലെ വിലയോ ആഭരണം വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ വിലയ്ക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണാവസരവും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളതായും അധികൃതർ പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ജില്ലയിൽ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള പുലിമുട്ട് നിർമ്മാണത്തിന്റെ 1ാം ഘട്ടം പൂർത്തീകരണത്തിലേക്ക്. ജില്ലയുടെ തെക്കൻ തീരപ്രദേശങ്ങളിൽ 11.26 കിലോമീറ്റർ നീളത്തിലാണ് പുലിമുട്ടുകൾ നിർമ്മിക്കുന്നത്. ജില്ലയിൽ ടെട്രാപോഡുകൾ ഉപയോഗിച്ചുള്ള പുലിമുട്ട് നിർമ്മാണത്തിന്റെ 1ാം ഘട്ടം പൂർത്തീകരണത്തിലേക്ക്. ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് എന്നീ നിയോജക മണ്ഡലത്തിലെ കാട്ടൂർ, അമ്പലപ്പുഴ, പട്ടച്ചാൽ, പതിയങ്കര, ആറാട്ടുപുഴ എന്നീ ഭാഗങ്ങളിൽ കടൽ തീരത്തിന്റെ സംരക്ഷണത്തിനായി 11.26 കിലോമീറ്റർ നീളത്തിലാണ് പുലിമുട്ടുകൾ നിർമ്മിക്കുന്നത്. കരയിൽ നിന്നും കടലിലേക്ക് തള്ളി നിൽക്കുന്ന പുലിമുട്ടിന് തിരമാലകളുടെ പ്രഹരശേഷി കുറയ്ക്കാനും തീരം നഷ്ടപ്പെടുന്നത് പ്രതിരോധിക്കാനുമാകും. ഇതുവഴി കൂടുതൽ മണൽ അടിഞ്ഞ് സ്വാഭാവിക തീരം രൂപം കൊള്ളുകയും ചെയ്യും. കിഫ്ബി ധനസഹായത്തോടെ 2018 ആരംഭിച്ച പ്രവൃത്തികൾ 98% വരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. 223.18 കോടി രൂപ വിനിയോഗിച്ചാണ് ഇവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. RCCL കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രൊമോ വീഡിയോ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രകാശനം ചെയ്തു. മെയ് 6 മുതൽ 12 വരെ ആലപ്പുഴ ബീച്ചിലാണ് എന്റെ കേരളം പ്രദർശന വിപണന മേള നടക്കുന്നത്. മെയ് 6 മുതൽ 12 വരെ ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രൊമോ വീഡിയോ പ്രകാശനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ അമ്പലപ്പുഴ MLA H. സലാം, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, അസിസ്റ്റന്റ് എഡിറ്റർ TA യാസിർ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ PS സജിമോൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2ാം LDF മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ കേരള പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത്. മേളയിൽ ശീതീകരിച്ച 200 സേവന വാണിജ്യ സ്റ്റാളുകൾ, ദിവസവും കലാപരിപാടികൾ, സംസ്ഥാന സർക്കാരിന്റെ സേവനങ്ങളും പദ്ധതികളും അവതരിപ്പിക്കുന്ന സ്റ്റാളുകൾ, ഭക്ഷ്യമേള, സിനിമാ പ്രദർശനം, തീം സ്റ്റാൾ, കുട്ടികൾക്കായി കളിസ്ഥലം, സെമിനാറുകൾ, ഡോഗ് ഷോ, ടൂറിസം പ്രദർശനം, PRD എന്റെ കേരളം ചിത്രീകരണം, കാർഷിക വിപണന പ്രദർശന മേള, സൗജന്യ സർക്കാർ സേവനങ്ങൾ, കായിക വിനോദ പരിപാടികൾ എന്നിവയടക്കം മേളയിലുണ്ടാകും.
മേളയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണെന്നും അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാർവദേശീയ തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 5.5 പതിറ്റാണ്ട് കാലത്തിന് മുൻപുള്ള പഠനകാലത്തെ ഓർമ്മകൾ അഴവിറക്കി അന്നത്തെ സഹപാഠികൾ ഒത്തുചേർന്നത് വേറിട്ട സംഗമമായി മാറി. 54 വർഷം മുമ്പ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികളുടെ നേതൃത്വത്തിലാണ് പിറവി എന്ന പേരിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ സ്വർണ്ണാഭരണ വിപണിയിലെ പുത്തൻ ഡിസൈനായ തൻവിക കളക്ഷന്റെ ലോഞ്ചിംഗ് സെറമണി നടത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ 6ഓളം നവവധുക്കൾ ചേർന്നാണ് തൻവിക ലോഞ്ചിംഗ് നടത്തിയത്. ജില്ലയിൽ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള പുലിമുട്ട് നിർമ്മാണത്തിന്റെ 1ാം ഘട്ട പൂർത്തീകരണത്തിലേക്ക്. ജില്ലയുടെ തെക്കൻ തീരപ്രദേശങ്ങളിൽ 11.26 കിലോമീറ്റർ നീളത്തിലാണ് പുലിമുട്ടുകൾ നിർമ്മിക്കുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.